सबसे ज़्यादा तो आई थिंक इट इज़ द मोस्ट सेक्शुअलाइज्ड प्रोफेशन. ठीक है, नर्स. നമസ്കാരം. നടിയും MP-യുമായ കങ്കണ റണാവത്തിന്റെ നഴ്സുമാരെ കുറിച്ചുള്ള ഒരു പരാമർശം വലിയ രീതിയിൽ ഇപ്പോൾ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. അവർ ഒരു നടി മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയാണ് എന്നതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയം. അവർ പറഞ്ഞത് നഴ്സിംഗ് മേഖല അല്ലെങ്കിൽ നഴ്സുമാരുടെ ജോലി ഏറ്റവും അധികം ലൈംഗികവൽക്കരിക്കപ്പെട്ട ഒരു ജോലിയാണ് എന്നതാണ്. ഒരു ലിംഗവിവേചനം കാണിക്കുന്ന ജോലി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത്രയും പ്രശ്നമില്ലായിരുന്നു. ലൈംഗികവൽക്കരിക്കപ്പെട്ട ഒരു തൊഴിലാണ് നഴ്സിംഗ് എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഉത്തരവാദിത്വവുമില്ലാതെ പുതിയ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വായിൽ തോന്നിയത് വിളിച്ചു പറയാം, അത് കുറച്ച് വൈറലായി കഴിഞ്ഞാൽ കുറച്ചുകൂടി പബ്ലിസിറ്റി കിട്ടും, സിനിമയുടെ റിലീസിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള രീതിയിലായിരിക്കും അവർ പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറഞ്ഞതെങ്കിലും ശുദ്ധ അബദ്ധമായി പോയി, മണ്ടത്തരമായി പോയി, വിവരദോഷമായി പോയി, അങ്ങേയറ്റം മഹാപാപമായി പോയി എന്ന് വേണം പറയാൻ. എല്ലാ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് എന്ന് പറയും. പക്ഷേ ഒരു നേഴ്സിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപമിക്കാനാവാത്ത തരം സഹനശേഷിയോടുകൂടി അവർ ചെയ്യുന്ന ഒരു തൊഴിലാണ്. എല്ലാവർക്കും പറ്റുന്ന ഒരു തൊഴിലല്ല. പിന്നെ നഴ്സുമാർക്ക് ഇങ്ങനത്തെ യൂണിഫോം പാടില്ല. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ യൂണിഫോമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഒക്കെ US നേവിയുടെ യൂണിഫോമിൽ നിന്നും അവരുടെ വേഷത്തിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ നഴ്സുമാർക്ക് യൂണിഫോം നിശ്ചയിക്കുന്നത് എന്നൊക്കെയാണ് അബദ്ധങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഴ്സുമാരുടെ ഒരു ചരിത്രം എന്താണ്, നഴ്സിംഗിൻ്റെ ഒരു ചരിത്രം എന്താണ്, ഇതൊക്കെ അറിയാമെങ്കിൽ അവർ ഇത്തരം അബദ്ധങ്ങൾ വിളിച്ചു പറയില്ലായിരുന്നു. അവരുടെ വിവരദോഷമായിരിക്കാം പറഞ്ഞത്. പക്ഷേ ഒരു നടി എന്നതിലുപരി ഞാൻ പറഞ്ഞതുപോലെ MP എന്ന നിലയിൽ കൂടി കണക്കാക്കുമ്പോഴാണ് ഇവരുടെ ഈ പരാമർശങ്ങൾ ശ്രദ്ധ നേടുന്നത്. ആദ്യകാലങ്ങളിൽ നമുക്കറിയാം കന്യാസ്ത്രീകളായിരുന്നു ഈ ഒരു പ്രൊഫഷണൽ നഴ്സുമാരായിട്ട് ജോലി ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിൻ്റെ കളറുകൾ ഇളം നിറത്തിലുള്ളതായിരുന്നു ഡ്രസ്സുകൾ. അവർ മൂടുപടം ധരിച്ചിരുന്നു, കന്യാസ്ത്രീകളുടേതായിട്ടുള്ള. അതിൽ നിന്നൊക്കെയുള്ള ഒരു പരിണാമത്തിലൂടെ തന്നെയാണ് ഈ ക്യാപ്പുകൾ ഇപ്പോഴും സജീവമായിരിക്കുന്നത്. എല്ലാ ആശുപത്രികളിലൊന്നും ഇപ്പോഴും ക്യാപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിലും കുറേ അധികം ആശുപത്രികളിലുണ്ട്. ഇവർക്ക് ക്യാപ്പ് അണിയിക്കുന്ന ദിവസം ഈ നഴ്സിംഗ് കോഴ്സ് പഠിച്ചു കഴിയുന്ന സമയത്ത് ഇവരുടെ തലയിൽ ആ ക്യാപ്പ് വെച്ച് കൊടുത്തുകൊണ്ടാണ് ഇവരെ നേഴ്സായിട്ട് അംഗീകരിക്കുന്നത്. അതൊരു സെറമണി ആയിട്ട് നടത്തുന്ന ഒരു ഏർപ്പാട് തന്നെയുണ്ട്. നഴ്സിംഗ് പഠിച്ചവർക്കും നഴ്സുമാരായിട്ടുള്ളവർക്കും ഒക്കെ അറിയാം. അവരതൊരു വലിയ അംഗീകാരമായിട്ടാണ് ആ ക്യാപ്പിനെ കണക്കാക്കുന്നത്. അപ്പോൾ നഴ്സുമാരൊക്കെ ഇവരുടെ ഈ ഒരു വിവാദ പരാമർശത്തിലെ അടിസ്ഥാനമാക്കി വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ കേരളത്തിലും എല്ലായിടത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഒന്നും അറിയാതെ കിടന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നവർക്ക് നേരെ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉയരുക തന്നെ വേണം. ഇത്തരം പ്രതിഷേധങ്ങൾ ഇനി മനഃപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണോ, വിവാദമാകാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന കടുത്ത സംശയവും എനിക്കുണ്ട്. കാരണം ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും നേടി അതിലൂടെ വൈറലാകാനും അതിലൂടെ ശ്രദ്ധിക്കപ്പെടാനും ഒക്കെ ആണല്ലോ ആളുകൾ പദവി ഭേദമന്യേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവർ ക്യാപ്പ് വയ്ക്കുന്നത് പ്രധാനമായിട്ടും ഒരു ഓപ്പറേഷൻ തിയേറ്ററുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അവർ പ്രത്യേകതരം ക്യാപ്പുകളൊക്കെ വയ്ക്കും. മുറിവുകളിലോ അല്ലെങ്കിൽ ശരീരദ്രവങ്ങളിലോ ഒക്കെ അല്ലെങ്കിൽ മരുന്നുകളിലോ അവർക്ക് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ സാധനങ്ങളിലോ ഒക്കെ ഇവരുടെ തലമുടി വീഴാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ആ ക്യാപ്പ് ധരിക്കുന്നതിനുണ്ട്. പിന്നെ ഇവർ പറയുന്നു യൂണിഫോം മാറ്റി ഈ പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ ഈ സ്കേർട്ടും ടോപ്പും ഒക്കെ മാറ്റിയിട്ട് സാരി ആക്കണമെന്ന്, ഭാരതീയ രീതിയിലുള്ള സാരി ആക്കണമെന്ന്. ഈ സാരി ഉടുത്തുകൊണ്ട് ഒരാൾ നിന്നാൽ എത്രയും പെട്ടെന്നൊരു എമർജൻസി ഉണ്ടാകുമ്പോൾ എടുത്തു പിടിച്ചൊന്നും പോകാനൊന്നും പറ്റില്ല. സാരി ഇത്തിരി മാനേജ് ചെയ്യാൻ പാടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. ഏറ്റവും വൾഗറായിട്ട് ധരിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സും ഏറ്റവും മാന്യമായിട്ട് ധരിക്കാൻ പറ്റുന്ന ഡ്രസ്സും സാരി തന്നെയാണ്. ഇവരുടെയൊക്കെ സിനിമകളിൽ ഇവരൊക്കെ സാരി ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം, എങ്ങനെ ധരിക്കുന്നു എന്നും അറിയാം. അപ്പോൾ പിന്നെ ഭാരതത്തിൻ്റെ സ്വന്തം വേഷമായ സാരി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മഹത്വവൽക്കരിക്കപ്പെടുന്ന രീതിയിൽ ധരിക്കണമെന്നൊന്നും പറയാൻ ഇവർക്ക് യാതൊരു റൈറ്റും ഇല്ല എന്നുകൂടി പറയേണ്ടി വരും. അപ്പോൾ പറയും ഇവരൊക്കെ സിനിമയിലല്ലേ എന്ന്. ജീവിതത്തിലാണെങ്കിൽ ഇവരൊക്കെ നേരെ ചൊവ്വേ ഇവരുടെയൊക്കെ ഡ്രസ്സിങ് നമുക്ക് കാണാൻ തന്നെ കിട്ടാറില്ല. അതൊക്കെ പിന്നെ പോട്ടെ. അവർ പയറ് പോലെ നിന്ന് ജില്ലെന്ന് പറഞ്ഞ് ജോലി ചെയ്യേണ്ട ഒരു ഫീൽഡാണ് നേഴ്സുമാർ. ആങ്ങിയും തൂങ്ങിയും അവിടെ നിന്ന് പതുക്കെ സാരിയൊക്കെ പതുക്കെ പിടിച്ചെടുത്ത് അവിടെ എടുത്തു കുത്തിയൊന്നും പതുക്കെ ചെല്ലേണ്ട ഒരു പരിപാടിയല്ല. ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചടുലമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നേഴ്സുമാരാണ്. അവരാണത് ചെയ്യുന്നത്. പല സിനിമകളിലും പോലും ഈ നേഴ്സുമാരെ തരം താഴ്ത്തി സംസാരിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകൾ ആ സന്ദർഭം ആവശ്യപ്പെടുന്നത് പ്രകാരമാണ് അങ്ങനെ വരുന്നതെങ്കിൽ പോലും സഹിക്കാൻ നമുക്ക് പറ്റാറില്ല. ഏതോ ഒരു മലയാള സിനിമയിൽ
സിനിമയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മിഴിരണ്ടിലും എന്ന ചിത്രത്തിലാണെന്ന് തോന്നുന്നു കാവ്യമാധവന്റെ കഥാപാത്രം ഒരു നേഴ്സാണ്. അപ്പോൾ ജഗതി അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട്, കണ്ടവന്റെ പഴുപ്പും ചോരയും തോണ്ടുന്ന ഇവളെയൊക്കെ ആർക്ക് വേണമെന്ന്, ഒരു വിവാഹാലോചന വരുന്നതിന്റെ ഭാഗമായിട്ട്. അതൊരു സിനിമയിലാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ ഒരു ഡയലോഗ് വരുന്നത് നമ്മളിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്നാലും അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഡയലോഗ് ഒഴിവാക്കാമായിരുന്നു എന്ന്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്. എൻ്റെ 2 സഹോദരിമാരും നേഴ്സുമാരാണ്. കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് എൻ്റെ ഒരു സഹോദരി ജോലി ചെയ്യുന്നത്. അത്രയും വലിയ ആശുപത്രി ആയിരുന്നിട്ട് പോലും, അത്രയും സാങ്കേതിക വിദ്യയും അത്രയും സൗകര്യങ്ങളുമുള്ള ആശുപത്രി ആയിട്ട് പോലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എൻ്റെ സഹോദരി വന്ന് പറഞ്ഞ് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് നേരിട്ട് അറിയാം. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കാണുന്നതാണ്. രോഗികളുടെ ചവിട്ട് കൊള്ളുന്നവർ, അവരുടെ വായിരിക്കുന്ന തെറി, രോഗികൾ തുപ്പാറുണ്ട് ഇവരുടെ മുഖത്ത്. ബോധമില്ലാതെ കിടക്കുന്ന രോഗികളൊക്കെ ആണെങ്കിൽ അവരെന്തൊക്കെ കാണിച്ചു കൂട്ടും, അതൊക്കെ അനുഭവിക്കേണ്ടത് ഈ നേഴ്സുമാരാണ്. അപ്പോൾ ഈ കങ്കണ റണാവത്തിനെ പോലെയുള്ള ആളുകളൊക്കെ നേഴ്സുമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, വാചാലരാകേണ്ടത്. അവരുടെ ഇനി റിലീസാകാൻ പോകുന്ന സിനിമയിൽ ഇവരൊരു നേഴ്സിന്റെ കഥാപാത്രത്തെയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ സിനിമയിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള, അഭിനയിച്ച് മാത്രം ശീലിച്ചിട്ടുള്ള നേഴ്സുമാരെ കുറിച്ച് വാചാലയാകുന്നത്. അങ്ങനെയല്ല, യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരു സെക്ഷനാണ് നേഴ്സുമാർ എന്ന് പറഞ്ഞാൽ. കോവിഡ് സമയത്തൊക്കെ നമുക്ക് എന്തുമാത്രം അവരുടെ സേവനം നമ്മുടെ ആ ഒരു കോവിഡ് വ്യാപനത്തെ തടയുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്, പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. നിപയുടെ വ്യാപനത്തിനിടെ ലിനി എന്ന ഒരു നേഴ്സിൻ്റെ ജീവൻ പോലും പോയത്. അങ്ങനെ എത്രയോ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ മഹാമാരിയൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പരിഗണന കൊടുക്കത്തക്ക വിധത്തിലുള്ള വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇവിടുത്തെ ആരോഗ്യ മേഖലയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം. ഒരുപാട് ടെക്നോളജികളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോഴും രോഗികൾ കട്ടിലിൽ നിന്ന് താഴെ വീണ് മരിക്കുന്ന അവസ്ഥയുണ്ട്. രോഗികൾക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും ഒരേ സമയം ചികിത്സ കിട്ടാത്ത അവസ്ഥയുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഉള്ളവർക്ക് തന്നെ ശമ്പളം കുറവ്. ഇന്ത്യയിൽ ഈ അടുത്തൊരു സർവേ നടത്തിയതിൽ നിന്ന് 80% ഡോക്ടർമാർ 15,000-നും 25,000-നും ഇടയിൽ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ് എന്ന് കണ്ടെത്തി. എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് അവർ ആ ജോലി ചെയ്യുന്നത്. എത്ര വലിയ കോഴ്സ് പഠിച്ചിട്ടാണ്, എത്ര നാൾ ഉറക്കം വിളച്ചിട്ടാണ് ഇവരൊക്കെ ഈ ഒരു സർവീസിലേക്ക് കയറുന്നത്. അപ്പോൾ കുറച്ചുകൂടി മാന്യമായിട്ടുള്ള ഒരു വേതനത്തിനും പദവിക്കുമൊക്കെ അവർക്ക് അർഹതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് ആ ഒരു പരിഗണന നമ്മൾ കൊടുക്കണം. നേഴ്സുമാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ് നിങ്ങളൊക്കെ വാചാലരാകേണ്ടത്. അല്ലാതെ അവരുടെ യൂണിഫോം, ക്യാപ്പ് ഇതൊക്കെ മാറ്റണം. ഇതൊക്കെ ബ്രിട്ടീഷ് കാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ബ്രിട്ടീഷ് കാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണെങ്കിൽ നേഴ്സ് എന്നുള്ള വാക്ക് തന്നെ ആദ്യം ഒഴിവാക്കണമല്ലോ. ബ്രിട്ടീഷുകാരുടെ ഓർമ്മ നമുക്ക് വരാതിരിക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ച് വെറുതെ സമയം നഷ്ടപ്പെടുത്താതെ, ആളുകളുടെ വായിലിരിക്കുന്നത് കേൾക്കാതെ, ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കൂ. ഇവർക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവരുടെ റിലീസാകാൻ പോകുന്ന സിനിമയിൽ ഇവർ നേഴ്സായിട്ട് അഭിനയിക്കുന്നു. ഇവർക്ക് കുറച്ചുകൂടി ഒന്ന് വൈറലാകണം. ആ നേഴ്സ് എന്നുള്ള ഒരു സംഭവത്തിന് കുറച്ചുകൂടി ഒരു സംസാര വിഷയമാക്കിയിട്ട് അവർക്ക് അതിൽ നിന്നും മുതലെടുപ്പ് നടത്തണം. അതിനുവേണ്ടിയാണ് അവരിത് സംസാരിച്ചതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കെന്തോ ഒരു ഉറപ്പുണ്ട്. പക്ഷേ എന്തിൻ്റെ പേരിലാണത് പറഞ്ഞതെങ്കിലും മോശമായി പോയി. നേഴ്സുമാരോട് മുഴുവൻ, ഈ ലോകമെമ്പാടും ജോലി ചെയ്യുന്ന നമ്മുടെ ഭൂമിയിലെ മാലാഖമാരായിട്ടുള്ള നേഴ്സുമാരോടെല്ലാം അവർ മാപ്പ് പറയണം, ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും വലിയ ദുരിതത്തിൽ കിടന്ന് ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ട്. പിന്നെ MP, MLA, മന്ത്രിമാർ ഇവരെ പോലെയുള്ള ആളുകളൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സംസാരിക്കേണ്ട ആളുകളാണ്, വിഷയങ്ങളോട് പ്രതികരിക്കേണ്ട ആളുകളാണ്. ആ ഒരു ഉത്തരവാദിത്വ ബോധം ഇവർക്ക് എന്ന് വരുമെന്ന് നമുക്കറിയില്ല. സാധാരണ മനുഷ്യർ പോലും ചിന്തിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരൊക്കെ ഒട്ടും ചിന്തിക്കാതെയാണ് സംസാരിക്കുന്നത്. ഇവർക്കൊക്കെ എന്തും പറയാം എന്നൊരു ചിന്തയുടെ പേരിലാണോ ഇങ്ങനെ വിടുവ എഴുന്നള്ളിക്കുന്നത് എന്നറിയില്ല. ഏതായാലും അങ്ങേയറ്റം മോശമായി പോയി. നേഴ്സുമാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയതിൽ കങ്കണ റണാവത്തിനോടുള്ള പ്രതിഷേധം നമ്മുടെ ചാനലിലൂടെ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വിഷയത്തോടുള്ള അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.